ആലപ്പുഴ പുലിയൂരിൽ വയോധികന്റെ മരണത്തിൽ ദുരൂഹത ആരോപണം. പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മരണം വിഷം ഉള്ളിൽ ചെന്നാണെന്നും സ്വത്തുവകകൾ സഹോദരൻ തട്ടിയെടുത്തെന്നുമാണ് ആരോപണം. മരുമകളുടെ പരാതിയിൽ യേശുദാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. തഹസീൽദാറുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. വീട്ടിലെ വസ്തുവകളെല്ലാം സാധനങ്ങളെല്ലാം മിസ്സിങ്. പാസ്ബുക്ക്, ഫോൺ, ATM കാർഡ്, ഒരു സാധനങ്ങളുമില്ല. ആധാരങ്ങൾ ഒത്തിരിയും പേപ്പർ കെട്ടുകളെല്ലാം ഉണ്ടായിരുന്നു പപ്പായ്ക്ക്. ഇതൊന്നും കാണാനില്ല. ഡയറി കുറിപ്പുകൾ പലതും നഷ്ടമായി. ഇതേപ്പറ്റി വീട്ടിൽ നിന്നിരുന്ന ആളോടും പപ്പായുടെ അനിയനായ ഗബ്രിയേൽ മാമനോടും അന്വേഷിച്ചപ്പോൾ ഗബ്രിയേൽ മാമൻ കൈമലർത്തി കാണിക്കുകയും വീട്ടിൽ നിന്ന് സ്ത്രീ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്നും സംസാരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് പാസ്ബുക്ക്, ATM എല്ലാം പപ്പായെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നഷ്ടമായെന്ന്. അതൊരിക്കലും സംഭവിക്കില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അത് നഷ്ടപ്പെട്ടതല്ല, അതിനെപ്പറ്റി അന്വേഷിക്കണമല്ലോ. ഇതൊരു കൊലപാതകമാകാനുള്ള ചാൻസസ് ആണ് കൂടുതലെന്ന്. അതേ തുടർന്നാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, ഈ യേശുദാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടതോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചുവോ? ഇപ്പോഴെങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? എപ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക? ഗൗതം, കഴിഞ്ഞ 20-നാണ് യേശുദാസ് മരണപ്പെടുന്നത്. ആ സമയത്ത് ഈ മരുമകളും യേശുദാസിൻ്റെ മകൾ ബിൻസിയുമൊക്കെയും വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തി. അത് തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഈ ഒരു ദുരൂഹത ആരോപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് വിഷമുള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചേക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം ഒന്നും തന്നെ നടത്തിയില്ല, കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിലുപരി ഈ സ്വത്തുവകകളെല്ലാം സഹോദരൻ ഗബ്രിയേൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റി. അത് അക്കൗണ്ടിലുള്ള പണമായാലും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളായാലും എല്ലാം മാറ്റി എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് മരുമകളും മകളും പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ശവക്കല്ലറയിൽ നിന്നില്ലെങ്കിൽ അതൊരു സെല്ലായിട്ടാണ് ഇവിടെ മൃതദേഹം അടക്കം ചെയ്തിരുന്നത്. കഴിഞ്ഞ 24-ാം തീയതിയാണ് അടക്കം നടത്തിയത്. ആ സെല്ലിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് തഹസിൽദാറുടെ അടക്കം സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഈ മരണകാരണം വ്യക്തമാകും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാവും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണം. ഇത്തരത്തിൽ മരണം സംഭവിച്ചത് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലും ആളെ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് വീട്ടിൽ വെച്ച് മരണപ്പെട്ടെന്നും അത്തരം പല തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് ഈ ബന്ധുക്കൾ, ഇപ്പോൾ മരുമകളടക്കം പറയുന്നത്. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നതാണ് ഈ ലീനയും മറ്റും മരുമകൾ ലീനയും മറ്റും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ആന്തരിക അവയവങ്ങൾ ലാബിൽ കൊടുത്ത് പരിശോധന നടത്തി അതിൻ്റെ കൃത്യമായും വിഷാംശം ഉള്ളിൽ ചെന്നതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാക്കേണ്ടതുണ്ടെന്നാൽ പ്രാഥമികമായി തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളും കൊലപാതകമാണോ എന്നതിലേക്കുള്ള സൂചനകൾ ലഭ്യമാക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടെ ഏതാണ്ട് പോസ്റ്റ്മോർട്ടം തുടങ്ങിയാൽ 2 മണിക്കൂറിനുള്ളിൽ ഒരു 11:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചാൽ ഏതാണ്ട് 1:30 അത് പൂർത്തിയാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ സെല്ലിൻ്റെ തൊട്ട് മുമ്പിൽ മറച്ചു കെട്ടി അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർ അടക്കം ഉള്ളവരുണ്ട്, തഹസിൽദാരുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെയും എല്ലാ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ആ നടപടികൾ ഇപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. 1:30 ഇതിൻ്റെ വിവരങ്ങൾ അറിയാമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം. ഓക്കെ സുധീഷ്, ആലപ്പുഴ പുലിയൂരിലാണ് ഈ സംഭവം. വയോധികന്റെ മരണത്തിൽ കുടുംബം ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ സംഭവത്തിലൊരു വിശദീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.